നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? പുറത്താണോ ദൈവത്തെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്? നമസ്തേ ഗംഗാമയാണ്. നമുക്കൊരു ഗുരു ശിഷ്യ സംവാദം കേൾക്കാം ട്ടോ. ബോറടിപ്പിക്കാത്ത ഒരു ഗുരു ശിഷ്യ സംവാദമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഗുരുവിനോട് ശിഷ്യൻ ഒരു ആശ്രമത്തില് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ധ്യാനിച്ചിട്ടും ജപത്തിലൊക്കെ ഇരുന്നിരുന്ന ഒരു ഗുരുവിനോട് പൂർവ്വകാല ശിഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്. ആഹ് "പ്രഭു, മഹാഗുരുവേ വന്ദനം." അപ്പൊ ഗുരു ആ വന്ദനം സ്വീകരിച്ചു. പഴ ശിഷ്യനോട് പറഞ്ഞു, "എന്താണ് പ്രിയ പുത്ര, നീ എന്നെ കാണാൻ വന്നത്?" അപ്പോ ശിഷ്യൻ പറയുകയാണ്, "സ്വാമി, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ നടത്തി. ഒരുപാട് ഏഹ്, ഗ്രന്ഥങ്ങൾ വായിച്ചു. എന്നിട്ടും പല ക്ഷേത്രങ്ങളിൽ പോയിട്ടും എനിക്ക് ദൈവത്തെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല." അപ്പോ ഗുരു ചിരിച്ചു. വൃദ്ധനായ ഒരു സന്യാസിയാണ്. അപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശിഷ്യനോട് ചോദിച്ചു, "നീ എവിടെയാണ് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചത്?" അപ്പോഴാണ് ഇത് പറയണ, ക്ഷേത്രങ്ങളിൽ പോയി ഗ്രന്ഥങ്ങൾ തപ്പി നോക്കി, പല ആൾക്കാരെയും കണ്ടു, പല ആ, ഉയർന്ന തലത്തിലുള്ള ആൾക്കാരിനെല്ലാം, സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ടും, പല ഗുരുക്കന്മാരെ കണ്ടിട്ടും ഒന്നും എവിടെയും ദൈവത്തെ കണ്ടെത്തിയില്ല. അപ്പോ രാത്രി വരെ നിൽക്കാൻ പറഞ്ഞു ഗുരു. രാത്രി വരെ നിൽക്കാൻ പറഞ്ഞിട്ട് ഗുരു ഒരു ദീപം എടുത്തിട്ട് കത്തിക്കാൻ പറഞ്ഞു ശിഷ്യനോട്. ആ ദീപം എടുത്ത് കത്തിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് ആ ഗ്രാമം മുഴുവൻ നടക്കാൻ പറഞ്ഞു. ഗ്രാമത്തില് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, "ആ വിളക്ക് കെടരുത്. അണഞ്ഞാൽ നീ വീണ്ടും കത്തിക്കണം." അപ്പൊ നല്ല കാറ്റും മഴയും വന്നു. എന്നിട്ട് യാത്ര തുടങ്ങി. ആ ഗ്രാമം മുഴുവൻ നടക്കാൻ തുടങ്ങി. പലരും അവനെ പരിഹസിച്ച് ചിരിച്ചു. കാറ്റ് വീശി, മഴ വന്നു, ഇരുട്ട് വന്നു. ചെറിയൊരു നേർത്ത വെട്ടത്തിന്റെ പ്രകാശത്തില് ആ മഴയത്തും ആ സന്യാസി വര്യന്റെ അല്ലെങ്കിൽ ആ പൂർവ്വ ഗുരുവിന്റെ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് ആ ഗ്രാമം മുഴുവൻ ഈ ദീപമായിട്ട് ആ ശിഷ്യൻ അലഞ്ഞുകൊണ്ടിരുന്നു. നല്ല മഴ വന്നെങ്കിലും ആ മഴയെ അവൻ ശ്രദ്ധിച്ചില്ല. ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് അവനെ ഭയപ്പെടുത്തിയില്ല. ആളുകളുടെ പരിഹാസം അവനെ അപമാനിക്കപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ അവനെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാനോ അവന് തോന്നിയില്ല. ഒന്നിലും അവന്റെ ശ്രദ്ധ മാറിയില്ല. അവനാകെ ആ ദീപത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചു, "ഇന്നലെ രാത്രി നീ എന്താണ് ശ്രദ്ധിച്ചത്?" അപ്പൊ ഗുരുവിനോട് ശിഷ്യൻ പറഞ്ഞു, "പ്രഭു, ഞാൻ ഈ ദീപത്തെ മാത്രം ശ്രദ്ധിച്ചു. കാറ്റോ മഴയോ ആളുകളെ ആരെയും ഞാൻ ശ്രദ്ധിച്ചില്ല." അപ്പോ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ മനസ്സിലുള്ള ദീപം, അതാണ് ശ്രദ്ധ, അതാണ് ബോധം. അത് കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് നീ ദൈവത്തെ കണ്ടെത്തുന്നത്. ദൈവം അകത്താണ്. ദൈവം നീ തിരഞ്ഞു പുറത്തലയേണ്ട ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു സത്വമല്ല. നീ നിന്റെ സത്വത്തെ തിരിച്ചറിയുമ്പോൾ നീ ദൈവത്തെ കാണുന്നതാണ്." അപ്പോൾ ഗുരുവിന്റെ സാരാംശം എന്താണെങ്കിൽ, നമ്മൾ എല്ലായിടത്തും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളത്. ശ്രദ്ധയും ആത്മബോധവും ഉണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരു ദിവ്യാനുഭവമായിട്ട് മാറും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ദൈവം എവിടെയാണുള്ളത്? ദൈവം നമ്മൾ തന്നെയാണ്. അതാണ് തത്വമസി. ആ ബ്രഹ്മം നീയാകുന്നു. അപ്പൊ അവിടെ മഴയാണോ വെയിലാണോ രാത്രിയാണോ ഒന്നും നമ്മളെ ആ ശ്രദ്ധയിലല്ല നമ്മളുള്ളത്. നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്, ആ അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൊണ്ട് എല്ലാം എവിടെയാണ് ദ്വൈതം, എവിടെയാണ് അദ്വൈതം എന്ന് തിരിച്ചറിയുക. നമ്മൾ തന്നെയാണ് അദ്വൈതം. നമ്മളിൽ ദ്വൈതഭാവം എപ്പോ വിടുന്നു, അപ്പോൾ നിന്നിലുള്ള ഈശ്വരാംശം ഉണരും. ഇതാണ് സാരാംശം. നന്ദി, നമസ്തേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് കൂടെ കൂടിക്കോളൂ. ഇത്തരം അനുഭവങ്ങളുമായിട്ട്, ഇത്തരം കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.